വന്നേ, വേഗം വാ. ആ റൂമില്. താങ്ക് യു സാറേ. പണിയെടുക്കാതെ കാശ് കിട്ടുന്നത് ആദ്യമായിട്ടാ. രാവിലെ വരെ ഞാൻ ഉറങ്ങിയില്ല. ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു. ഇന്ന് രണ്ടുപേരുണ്ടല്ലോ. ഹായ്. റെക്കമെൻഡ് ചെയ്യാണെന്നൊന്നും വിചാരിക്കരുത്. വളരെ നല്ല ആൾക്കാരാ. ഇന്നലെ രാത്രി എന്തായിരുന്നു ഇവിടെ? നല്ല കാശും കിട്ടും. മോനെ കൊണ്ടുവന്നില്ലടി. എന്തിന്? അപ്പന്റെ അഴിഞ്ഞേട്ട കാണിക്കാനോ? മുത്തേ, എന്നെ സംശയിച്ചൊന്നുമില്ലല്ലോ. ഫാത്തിമ കാണിച്ച് ഭയങ്കര ബോറായി പോട്ടോ അല്ലേ? നാണം കെട്ടോ മരം. കള്ളുകൂടി പെണ്ണുകൊടുത്തായിട്ട് ഇവിടെ തന്നെ കൂടിക്കോ. കെട്ടൊഴിയ വീട്ടുകാരെ കൂട്ടി വന്നേക്ക് പള്ളിക്കോടതിയിലേക്ക്. ഫാത്തിമ പോയ പടച്ചവനാണ്, പിന്നെ ഞാനില്ല. അറിയൂടാ, എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ്, പൊന്ന്. 14 വയസ്സിൽ തുടങ്ങി അവക്ക് എന്നോടുള്ള ഇഷ്ടം. പോയില്ലേ, എല്ലാം പോയില്ലേ. എന്തിനാണ് ഇങ്ങനെ തേങ്ങുന്നത്? എങ്ങനെ തേങ്ങാതിരിക്കും? തേങ്ങ എങ്ങനെ വേണോ തിരിക്കാം. അവളുമാര് പോകാതിരിക്കാൻ തരയില്ല. വെടിവഴിപാടല്ലേ വിഷയം. എന്റെ എൽസ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ മോൻ മാത്തുക്കുട്ടി എങ്ങാനും പറഞ്ഞാൽ അവൻ വഴി വിളിച്ചു പോകുന്നതാണ് എന്റെ പേടി. നിനക്ക് തെറ്റി. നിന്റെ മോനിത് അറിഞ്ഞാൽ വടുതല വത്സല വഴിതെറ്റി പോകുന്ന എന്റെ പേടി. നിങ്ങൾ കരയണ്ട. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും താണുകൊടുക്കാൻ പാടില്ല. എന്നെ പോലെ നെഞ്ചും വിരിച്ച് നിൽക്കണം. ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ, വരച്ച വരയിൽ നിർത്തും. പക്ഷെ എവിടെ വരയ്ക്കണോന്ന് അവളെ തീരുമാനിക്കും. പപ്പു പോയിട്ടില്ലേ അവളന്മാരെ പറഞ്ഞ മനസ്സിലാക്കാൻ? അവൻ പോയിട്ട് എന്തുണ്ടാക്കാൻ? അവന്റെ ഒറ്റൊരുത്തന്റെ സൂക്കേടല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവന്റെ കാര്യം ഇന്ദു അതൊട്ട് ചാൽവാവോ? അതുമില്ല. അത് ശരിയാ. ഇന്ദു അവനായിട്ടുള്ള പ്രശ്നം തീർത്താൽ കോളേജിലെ ക്ലാപ്പ് പരിപാടി നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. അതിന് അവന് പറയാനുള്ളത് കേൾക്കാൻ അവളൊന്ന് നിന്നോടുക്കണ്ടേ? അവളെ നമ്മൾ പൊക്കിയിരിക്കും. അവള് ഹോസ്റ്റലിൽ ഏത് കോത്തായത്തിലായാലും ഇന്ന് അവളെ പൊക്കും. അതെ തമ്പി, നീ ലാബിൽ പോയി മയക്കാനുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഓക്കെ, ഞാൻ പോയി ലാബിൽ നിന്ന് കുറച്ച് യൂണിഫോം എടുത്തോണ്ട് വരാം. നല്ല യൂണിഫോം അല്ലടാ, ക്ലോറോഫോം. കള്ളുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടേ. BSc 3 വർഷം പഠിച്ചത് വെറുതെ അല്ല. ഈ ക്ലോറോഫോമിന്റെ സ്പെല്ലിംഗ് K യിലാണോ G യിലാണോ തുടങ്ങുന്നത്? ഇനി നിങ്ങൾക്കൊരു സത്യം അറിയോ? ഈ ഹോസ്റ്റലിൽ എത്ര പെമ്പിള്ളാരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. ഇവള് ഉറങ്ങി കാണുമോ? അതിനല്ലടേ ക്ലോറോഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നീ ഓൾറെഡി ഫിറ്റാ. ക്ലോറോഫോം തന്നെയാണോടെ? നിനക്ക് സംശയം മണപ്പിച്ച് നോക്കടേ. ശരി, പിടിക്കല്ലേ, ചാടാൻ പറഞ്ഞു. അവനും മതിലിയാടി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയങ്ങളെ. അവന് കാര്യം നടക്കണമെങ്കിൽ പാത്തമാരടുത്ത് പോലും മതിലിയാടി പോണം. ഇത് വളരെ സിമ്പിൾ ആണ്. പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. ആക്രാന്ത കാണിച്ചല്ലേ. ഏതാടാ മതില്? എന്തുകൂടെ കാണിക്കുന്നു? ഹലോ ചേട്ടാ, ആരുമില്ല ഇവിടെ? ചേട്ടോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? അവിടെ 3 പേരും മയില് കയറണു. 3 പേരും മയില് കയറണോന്ന് ഇവിടെ. അതാണ് ഈ രാത്രി മതിലാടാൻ പറഞ്ഞേ. എന്ത് നോക്കി നിൽക്കടാ, പാടാ, പെട്ടെന്ന് ചാട്. വാ, ഈസി അല്ലേ, വെരി ഈസി. ഓ അങ്ങനെയല്ലടാ, ഇങ്ങനെ മാറി. നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലടേ. സൂക്ഷിച്ച് കയറുന്നത് സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി. ഒരു സ്ഥലത്ത് നില്ലടാ. അവര് തന്നെ മതിലടി കളിക്കുക. ഇവ ഹനുമാന്റെ ജന്മമാടാ.
ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. ഇത് ക്ലോറോഫോം തന്നെ പോര്. ഇന്നിനി വയ്യ, നാളെ ആവട്ടെ. മതില് ചാടി പോയാ മതിയായിരുന്നു. നാളെ കാണാം. ഞാൻ പറയുന്ന പോലെ എല്ലാരും അനുസരിച്ചോ. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. എടാ പെൺപിള്ളാരിങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നതാണ് എന്ത് രസമാണെന്നറിയാവോ. ഒന്ന് കണ്ടിട്ട് വരാടാ പ്ലീസ്. എടാ അവരുടെ ആങ്ങളമാര് കണ്ട നിന്റെ കിടപ്പ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതന്നെ. ഇന്ദുന്റെ മുറി അവിടെ അത് ഇന്ദുവിനോട് എന്നെ ചോദിച്ചാ പോരാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ മാറ്ററിനോട് ചോദിക്കാം. അവരുടെ കയ്യിലാകുമ്പോ എല്ലാവരുടെയും രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. നേരം കളയാതെ പോയി ചോദിക്കേ. അതെ, ഈ മാറ്ററിന്റെ മുറി എങ്ങനെ കണ്ടുപിടിക്കില്ല? പോകുന്നുണ്ട, ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം? ഇതെന്താ ലേഡീസ് ഹോസ്റ്റലില് ഹെയർ പിന്നോ? ഒരു ഐഡിയ. ഇന്ദു ടീച്ചറുടെ നമ്പർ ഉണ്ട്, ഡയൽ ചെയ്ത ബെല്ലടിക്കുന്ന റൂമിൽ കയറി പൊക്കിയാ പോരെ. അതിന് ഇന്ദു ടീച്ചറുടെ നമ്പർ ഇല്ലല്ലോ. ആ, ദമയന്തി ടീച്ചറുടെ നമ്പറുണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. എങ്കിൽ കുത്തളിയ നമ്പര് ഇവൻ ഡയൽ ചെയ്യുമ്പോ ഏത് റൂമിൽ നിന്ന് ബെല്ല് കേൾക്കും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഓരോ റൂമിലായിട്ട് വിന്യസിച്ചോ. നീ ഇവിടെ. ആ, കിട്ടി കിട്ടി, ബെല്ലടിക്കുന്നു. ഹലോ ദമയന്തി ടീച്ചറെ, ഞാൻ കമ്പിയാ, അല്ല തമ്പിയാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. ഏത് നമ്പറിലാ വിളിച്ചു? ഒരു മുറിയിലും റിങ് കേൾക്കണില്ല. എന്റെ പൊന്ന് രക്തേ, ഞാൻ ദമയന്തിക്കിട്ട് കുത്തിയതാ, കൊണ്ടത് ഡയാനിക്ക്. അതേതാണ് ആ പിശാച്? ആ പിശാച് എന്റെ ഭാര്യയാണ്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കിട്ട് കുത്തട. കുത്തി കുത്തി കുടുംബത്തിന്ന് പുറത്തായി. ഇനി മാറല്ലേ. സൈലന്റ് മോഡിലിടാഞ്ഞത് ഭാഗ്യം. ചവിട്ടി തുറക്കല്ലേ, അങ്ങോട്ട്. കൈയിട് കൈയിട്, അകത്തിട്ട് കൈയിട്. താഴേക്കിട്. അവനല്ല, കുറ്റി താഴേക്ക്. അവിടെ ചെന്ന് ആക്രാന്തൊന്നും കാണിക്കല്ലേ. ഇതെന്താ ഈ വാതിൽ ഇങ്ങനെ? കൊണ്ടുപോടെ. വന്നില്ലേ? നീ വരുന്നില്ലേ? ക്ലോറോഫോം കയ്യിൽ മണപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോ. ഞാൻ കരുതി കെട്ടിടം തകർന്നു. ഇന്തോ മഴ ഇന്തോ വിളിക്കാതെ അവരങ്ങനെ കേക്കും. കുറച്ചു നേരം ഇരിക്കാം, ശ്വാസം കിട്ടില്ല. പുതപ്പ് കണ്ടപ്പോ എനിക്ക് വരാൻ തോന്നല്ലടാ. ഞാൻ ഇന്ന് ഉറങ്ങിക്കോട്ടെ അവിടെ കിടന്ന്. ഇന്ദു ഫിറ്റാന്ന് തോന്നുന്നു, കിടന്നാടുന്നത് കണ്ട. വാച്ച്മാനെ ചവിട്ടല്ലേ. ഇവർക്ക് ആരാന്തോ മദ്യം കൊണ്ട് കൊടുക്കുന്നു. ആരും വേളം വെക്കരുത്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ശരിക്ക് എന്തത് വെടിയിറച്ചിയാ? ഞങ്ങളാരും വെടിവെച്ചിട്ടില്ല. സത്യമായിട്ട് ഇതിന് ജീവനുണ്ട്. ഇതോ നീ പറഞ്ഞില്ലേലും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത് എന്ത് കാര്യമില്ല. അത് തന്നെ ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുക. നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ ഇവളോട് പറഞ്ഞു തീർക്കണം ഇന്ന് രാത്രി തന്നെ. ആരേത്? നിന്റെ കുഞ്ഞമ്മ. ഇവനെ കൊണ്ട് തോറ്റില്ലോ. ഇത് മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുന്ന പോലുള്ള ഈ കിടപ്പുണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. പറയല്ലേ, പാറ്റയിലില്ല ഈച്ചയിലുണ്ട്, ചാളയിലില്ല ചന്തിയിലുണ്ട്. നിന്റെ എന്താ മാറിപ്പോയി? അത് നീ എഴുതുമ്പോ ഞാൻ പറയുമ്പോ ഈ എന്ത് ചന്തു. അയ്യോ എടാ പൊട്ടാ, നിന്റെ ഇന്ദു ഹോസ്റ്റലിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പൊക്കി. എന്ത് പോക്കൃതരാ നിങ്ങൾ കാണിച്ചത്? പോകൃതനാണ്, പക്ഷെ നിനക്ക് വേണ്ടിയല്ലേ ആളിയാ. എന്താണ്? നമസ്കാരം. ദമയന്തിയുടെ അതേ ചായ.
ശവത്തിന് ബോധം വന്നടാ. ബാക്കിയുള്ള ക്ലോറോഫോം കൊടുക്കടാ. അതിന് വേണ്ടെന്ന് കരുതി ഞാനെടുത്ത് കളഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാ. സൗന്ദര്യാനുഭൂതി എണീറ്റു. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? തിരിച്ചു കൊണ്ടാക്കാൻ പോവാ ടീച്ചർ. ഈശ്വര, അപ്പൊ കൊറേ നേരമായോ എന്നെ കൊണ്ടുവന്നിട്ട്? ഇപ്പൊ കൊണ്ടുവച്ചോളൂ. പിശാചിന്റെ കണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇന്ദുവല്ലാന്ന്. ഇന്ദു ഇന്ദു അല്ല, ഇന്ദുന്റെ കാര്യം ഇങ്ങനെ അല്ല. എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു കൊലപാതകം നടത്തി കുറെ നാൾ ജയിലിൽ കിടന്നെന്ന് വെച്ചിട്ട് ടീച്ചർമാരോടൊക്കെ എന്റെ അതിക്രമം കാണിക്കാനാണോ? ക്ലോറോഫോം കിട്ടി. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, നീയൊക്കെയാണ് ഈ ക്യാമ്പസ് കണ്ട ഏറ്റവും വലിയ പുലികളെന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ നിനക്കൊക്കെ അഡ്മിഷൻ തന്നു കരുതി എന്റെ തലേ കയറി നിരങ്ങരുത്. ഇതുവരെയുള്ളതൊക്കെ ഞാൻ സഹിച്ചു. പക്ഷേ ഇപ്പൊ നിങ്ങൾ കാണിച്ചത് ശുദ്ധ പോകൃത്തരമാണ് സാറേ. ഇവരുടെ ഉപരിപഠനം ഇത്രയും മതി. ഇവിടെ അങ്ങനെ നിർത്തിക്കോ. ആഹാ, അത് ശരി. ഇവന്മാരെ വെറുതെ അങ്ങോട്ട് പുറത്താക്കിയിട്ട് ഇത് ഒതുക്കി തീർക്കാൻ പോവാ. പോലീസിൽ അറിയിക്കും സാറേ, ഇത് കിഡ്നാപ്പിംഗ് ആണ്. അടിയന്റെ നല്ല ശീലമുള്ള ആൾക്കാരല്ലേ. ഒന്നും കൂടെ പോയി കിടന്നിട്ട് വരട്ടെ. വെറുതെ വിളിച്ചു കൂവി വെളിയിൽ അറിയിക്കണ്ട. ക്യാമ്പസ് അറിഞ്ഞ എന്താവും അവസ്ഥ? ലേഡീസ് ഹോസ്റ്റലിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചൊക്കെ 4 കോളം വാർത്ത വരും പത്രത്തില്. വെറുതെ അതിലേക്കൊക്കെ പോണോ? പിന്നെ കേൾക്കുന്നവര് മുഴുവൻ ഇതൊന്നും വിശ്വസിച്ചോളണമെന്നില്ല. ടീച്ചറെ കുറിച്ചൊക്കെ നല്ല കഥകൾ ഇറക്കും കുട്ടികള്. പിന്നെ എന്ത് വേണമെന്നാ താൻ പറഞ്ഞു വരുന്നത്? പറയാം. നമ്മളിപ്പോ ഇത് എന്താ ഇത്? ലോങ് ലീവിനുള്ള ആപ്ലിക്കേഷൻ 2 കൊല്ലത്തേക്ക്. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇന്ദു ടീച്ചർ തൽക്കാലം ക്ലാസ്സിലേക്ക് പോയിക്കോ. നിങ്ങളും ചെല്ല്. ഇന്നലെ അവന്മാരെ കള്ളു മൂത്തപ്പോ വേണ്ട. ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. സർ, അന്ന് ലക്ഷ്മിയെ കൊന്നത് പപ്പു അല്ല. കൊലക്കയർ വരെ കിട്ടാമെന്നറിഞ്ഞിട്ടും അവനത് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവനറിയണം അന്ന് ആരാണത് ചെയ്തതെന്ന്. അവന് വേണ്ടിയല്ല, കെട്ടുപോയ മറ്റൊരു ജീവിതത്തിന് വേണ്ടി. അതിനാണ് അവന്റെ ഈ ശ്രമം. അതിന് ഈ ക്യാമ്പസിന്റെ ആംബിയൻസ് അവന് വേണം. ഇതെങ്ങാൻ പാത്തുമ്മ അറിഞ്ഞ എന്റെ റബ്ബേ, ഓർക്കുമ്പോ തന്നെ കണ്ടില്ലേ മുട്ടുകൂട്ടിയിരിക്കുക. നീ അല്ലടാ തെണ്ടി ടോർച്ചടിച്ച് നോക്കിട്ട് അത് എന്തുവാണെന്ന് പറഞ്ഞ്. ഞാനും കള്ളു മൂത്ത് കണ്ണു കാണാൻ നിൽക്കായിരുന്നല്ലേ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ. ഫ്രണ്ട്ഷിപ്പും കമ്മിറ്റ്മെന്റും ഒക്കെ ശരി, അവന്റെ ഒരു ആഗ്രഹത്തിന് നിന്നു കൊടുക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ ഒലത്താനുള്ള നൊസ്റ്റാളജി ഒന്നും ഇവിടെ ബാക്കിയില്ല. അതുകൊണ്ട് മതി, നിർത്താം. ശരി, നിർത്താം. ഒന്നും ബാക്കിയില്ലാത്ത എനിക്ക് മാത്രല്ലേ. നിന്റെ ഇഷ്ടത്തിൽ നമ്മളിവിടെ വന്നു, ഇത്രയും ദിവസം അടിച്ച് പൊളിക്കുകയും ചെയ്തു. അത് പോരാടാ. എടാ അല്ലെങ്കിൽ പരീക്ഷ എഴുതി പാസ്സാവാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. വിരലെണ്ണാവുന്ന ദിവസമല്ലേ ഉള്ളൂ കോളേജിലേക്ക്. അതുവരെ സഹിക്കാൻ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ശരി, ഇവിടെ വെച്ച് നിർത്താം. ദാ വീടിന്റെ താക്കോല, ഞാനും ലാൻഡ് വിടുക. എനിക്കിനി ഇവിടെ എന്ത് കാര്യം? എന്താടാ ഭീഷണിയാ? പോവാത്രേ. എന്നാ പോടാ. അളിയാ, നീ പറഞ്ഞ പോലെ കോളേജ് അതായിരിക്കും ക്യാമ്പസിലെ നമ്മുടെ അവസാന ദിവസം. ആയിരിക്കണം. അതൊരു മഞ്ഞുകാലമായിരുന്നു.
വിധവയായ എന്റെ സഹോദരിയും കുഞ്ഞുങ്ങളും മുഴു പട്ടിണിയിൽ കടിച്ചു കീറുന്ന തണുപ്പും വിശപ്പും സഹിക്കാതെ ഞാനൊരു ജട്ടി മോഷിച്ചു. കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോടാ. ജെനി പെണ്ണുങ്ങ് വന്നേ പറയാം വാ. മറ്റേ ആ സാധനം എടുത്തിട്ട് അവിടെ നടക്കിങ്ങനെ വെക്കാൻ പറയട്ടോ. ഇത്രയൊക്കെ സ്ഥലം മതി പിന്നെ ഇതങ്ങോട്ട് മാറ്റി. അനു ആ പൊസിഷൻ കീപ്പ് ചെയ്യൂ. താളം ശ്രദ്ധിക്കൂ, കുറച്ചുകൂടി സ്ലോ ആണ്. തെറ്റി തെറ്റി. അനുവിനോടല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന്? കുറച്ചുകൂടെ അകത്തോട്ട് നിൽക്കും. എടാ അലമ്പാക്കാൻ ഈ നാടൊന്നും പോരാ. കോളേടയല്ലേ, ഞാൻ ഒരു വെടിച്ചിൽ ഐറ്റം പറയാം. നമ്മുടെ വക ഒരു കഥാപ്രസംഗം. മാംസദാഹിക്ക് മരണമില്ല. നിന്റെ ആത്മകഥയല്ലേ, അത് വേണ്ട. അതേ നമ്മൾ കളിക്കാൻ പോകുന്ന നാടകം തന്നെയാ. അതൊന്ന് കേട്ടു നോക്ക്. മതിയായില്ല നിനക്ക് അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. ഈ കോപ്പുകെട്ടിന്റെ തലവെടുത്തിട്ട് പാടില്ല. വേറെ ഒന്നും കിട്ടിയില്ല നിനക്ക്. പപ്പു നിനക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. കളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നാടകം തന്നെ കളിക്കും. എന്തിനാ പേടിക്കുന്നത്? ചെടി എന്താ പറ്റേ? ഇവനാ എന്താ? ഞാൻ കണ്ടതാ ഇവനെ. ഞാൻ കണ്ടതാ ഇവന്റെ ഒരു കുപ്പി. എന്തായി കാണിക്കുന്നത്? ഞാൻ കണ്ടതാ ഇവന്റെ ഒരു കുപ്പി. ഞാൻ അല്ലാതെ പറഞ്ഞില്ലേ വിടാൻ. നിങ്ങൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. പപ്പു പറഞ്ഞേക്ക്. പപ്പു ഇനി എന്ത് കാണാൻ നിൽക്കടാ? പോലീസ് ഇപ്പൊ എത്തും. പോയിക്കോ നീ. ആ കലിപ്പ് സീൻ ഞാൻ കണ്ട ഉടനെ ക്ലിപ്പിടും. നീ ചെല്ല്. നീ പപ്പു പോടാ. ആദ്യം അവനെ പോകാം, പത്മനാഭനെ. അവന്റെ കൂടെ 3 പേരുണ്ടല്ലോ, അവന്മാരം വിടണ്ട. നിങ്ങൾ മാഡം, താഴെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഈ കീ ഒന്ന് കൊടുത്തേക്ക്. ഇന്ദു ഇന്ദു പ്ലീസ്, ഒരേ ഒരു തവണ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. മതിയായില്ലേ നിങ്ങൾക്ക്? ഇനി എന്താ വേണ്ടത്? ഇന്ദു, സത്യം നീ അറിയണം. സത്യം ഒരിക്കൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞതല്ലേ? ലോകം മുഴുവൻ കേൾക്കേ. എന്റെ ലക്ഷ്മിയെ. ഇന്ദു പ്ലീസ്. അഭിനയം വേണ്ട. നിങ്ങളതിന് മിടുക്കനാണെന്ന് എനിക്കറിയാം.